എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ഇപ്പോൾ കൊച്ചിയിലാണ്. ഞങ്ങൾ ചെറിയൊരു യാത്രയ്ക്ക് പോകാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ വന്നതാണ്. ഇതാണ് ഞാൻ ഒരു കോൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് കോൾ ചെയ്തു, സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. ഡയൽ ചെയ്ത നമ്പർ ഉപയോഗത്തിൽ ഇല്ല. ദയവായി ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. The dialed number does not exist. Please check the number you have dialed. आपके द्वारा डायल किया गया नंबर उपयोग में नहीं है. कृपया डायल किए गए नंबर की जांच कर लें. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ഈ നമ്പർ? ചെയ്ത നമ്പർ അസാധുവാണ്. അസാധുവാണ്. മേഴ്സ്ക് ലൈൻ ഇന്ത്യ കൊച്ചിയിലെ ഓഫീസിൽ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണിത്. ഇതിപ്പം മാത്രമല്ല ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയത്. ഒരാഴ്ചയായിട്ട് 1.5 ആഴ്ചയായിട്ട് ഞങ്ങൾ നിരന്തരം വിളിക്കുമ്പോഴും ഇതേ അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സലാലയിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കണ്ടെയ്നറിൽ കയറ്റുന്ന കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ 2 വ്ളോഗിന് മുമ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കാണണം. അതിൽ ഏഷ്യൻ കാർഗോ എന്ന് പറയുന്ന കാർഗോ സർവീസാണ് നമ്മളെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത്. പാക്കിങ്ങും കംപ്ലീറ്റ് എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെയുള്ള സർവീസ്, അവിടുന്ന് കപ്പലിൽ പോകുന്ന വരെയുള്ള സർവീസ് മാത്രമേ അവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സെലക്ട് ചെയ്ത കണ്ടെയ്നർ കാരിയറാണ് മേഴ്സ്ക് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് 1 മാസത്തെ സമയം പറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം കിട്ടി. അത് നല്ല കാര്യം. 15-ാം തീയതി രാത്രിയിൽ എനിക്കൊരു ഇമെയിൽ കിട്ടുന്നു മേഴ്സ്കിൽ നിന്ന്, നിങ്ങളുടെ സാധനം കൊച്ചി വല്ലാർപാടത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ മെയിൽ കണ്ടപ്പം മുതൽ നമ്മൾ അവരെ വിളിക്കുകയാണ്. ആ നമ്പർ, അവർ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ഈ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മേഴ്സ്ക് വഴിയാണ് വിട്ടത്. അപ്പം നമ്മൾ മേഴ്സ്കിൽ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും. ഈ മുമ്പേ കേട്ട സംഗതിയാണ് നിങ്ങൾ കേട്ടത്, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് സംശയമായിട്ട് ഞങ്ങൾ നമ്മുടെ ഏജന്റ്, അവിടെയുള്ള ഏജന്റിനെ വിളിച്ചു. മോനെ ഇന്ന പോലെ ഒരു സംഭവം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞ് 2-3 ഏജൻസ്, ലോക്കലായിട്ടുള്ള ഷിപ്പ് ഫ്രൈറ്റ് ഏജൻസ് ഉണ്ട്, അവരുടെ നമ്പർ നമുക്ക്. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 2-3 ഏജൻസ് അവരുടെ കൊട്ടേഷൻസ് പല പല റേറ്റുകൾ നമുക്ക് തന്നു. അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ് നമ്മൾ സെലക്ട് ചെയ്തു. ബോൺ ഫ്രൈറ്റ് എന്ന് പറഞ്ഞ ഏജന്റിനെ സെലക്ട് ചെയ്തു. നല്ലൊരു ഏജന്റാണ്, ഐലൻഡ് കൊച്ചിയിലുള്ള ഒരു ഏജന്റാണ്. അവരുടെ കയ്യിൽ നമ്മൾ ബിൽ ഓഫ് ലാൻഡിംഗ് ഒക്കെ ഒറിജിനലൊക്കെ അവിടെ കൊറിയറിലാണ് വന്നത്, അതൊക്കെ നമ്മൾ കൊടുത്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതലാണ് നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളും കൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും അടപ്പടം. കാരണം നമ്മൾ ഈ സാധനം അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് 5 ദിവസം മാത്രമേ ആ മേഴ്സ്കിന്റെ യാർഡിൽ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ തറവാടക, ഡെമറേജ് ചാർജ് ചാലുവാകും. ഇതിന് ഒരു ഉപാധിയുണ്ട്. അവിടുന്ന് സാധനം അയക്കുമ്പം 14 ദിവസത്തെ ഫ്രീ ടൈം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വിടാം. ഈ 15 ദിവസത്തെ ഫ്രീ ടൈം കിട്ടുമെന്ന് ഇവിടുത്തെ ഏജന്റ് നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ നമുക്കിത് അറിയത്തില്ലായിരുന്നു. അതെ, അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പലരും ഈ കാർഗോ കൊണ്ടുവന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് ഇന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അവിടുന്ന് കാർഗോ വിടുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല, പാസഞ്ചർ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറയാം നമ്മുടെ കാർഗോ എല്ലാം കയറിയല്ലോ എന്ന്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഈ തറവാടക എന്ന് പറയുന്നത് ഭീമമായ തുകയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് 100-200 ഒന്നുമല്ല വരുന്നത്, 6000 രൂപയാണ് ഒരു ദിവസം വരുന്നത്. അപ്പം നിങ്ങൾ 2 ദിവസം ഇരുന്നാൽ അതിന്റെ ഇരട്ടി ആയിരിക്കും. കാരണം കേരളത്തിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇവിടെ ഹർത്താല്, അവധികൾ പലതും ഉണ്ടാവും. അപ്പം പിന്നെ ട്രേഡ് യൂണിയൻ വഴക്കുകൾ, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. ഇവര് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും നമ്മുടെ അടുത്ത് കാണിക്കത്തില്ല എന്ന് പറയാൻ കാരണം, അപ്പൊ അവർക്ക് മെയിൽ അയക്കാനും കോണ്ടാക്ട് ചെയ്യാനും ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് മെയിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഏജന്റ് പറയും 6000 ഇന്ന് കൊടുക്കണം, 12,000 നാളെ കൊടുക്കണം. കാരണം 3 രീതിയിലാണ് തറവാടക വരുന്നത്. ഒന്ന്, മേഴ്സ്കിന്റെ യാർഡിൽ നിന്ന് ഈ സാധനം കണ്ടെയ്നർ ഫുള്ളായിട്ട് എടുത്ത് മാറ്റി നമ്മൾ കൊച്ചിൻ പോർട്ടിലേക്ക് കൊണ്ടുപോകണം. പോർട്ട് എന്ന് പറയുന്ന ഐലൻഡിലാണ്. വല്ലാർപാടത്തു നിന്ന് ഐലൻഡ് വരെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാനായിട്ട് അതിന് ട്രാൻസ്പോർട്ട് വേണം, അത് ലോഡ് ചെയ്യാൻ ആൾ വേണം, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കിട്ടി ആ സാധനം അവിടെ കൊണ്ടുപോകണം. അപ്പം അവരുടെ മേഴ്സ്കിന്റെ യാർഡിൽ നിന്നുള്ള തറവാടക ഒഴിവാകും. ഇതെല്ലാം ഈ 5 ദിവസത്തിനകം കിട്ടണം. 5 ദിവസത്തിനകം നടക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ 15 ദിവസത്തെ ഫ്രീ ടൈം നമ്മൾ എടുക്കുക എന്നുള്ളത്. അടുത്തായിട്ട് വല്ലാർപാടത്തുനിന്ന് ഈ കണ്ടെയ്നർ പോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോർട്ടിൽ ഉടനെ തന്നെ ഇത് എംറ്റി ആക്കിയിട്ട് ഈ കണ്ടെയ്നർ തിരിച്ച് അയക്കണം. എവിടെ? മേഴ്സ്കിന്റെ യാർഡിൽ അയക്കണം. അല്ലെങ്കിൽ വീണ്ടും തറവാടക വരും. അങ്ങനെയുള്ള തറവാടക നമുക്ക് കൊടുക്കേണ്ടി വന്നു, കാരണം ഈ ഫ്രീ ടൈം ഇല്ലാത്തത് കാരണം. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ പോർട്ടിനകത്ത് ഇത് ഇരുന്ന് പോയാൽ നമ്മൾ അതിന് ഡീസ്റ്റഫിങ് എന്നാ പറയുന്നത്. കണ്ടെയ്നറിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെക്കും. ആ പുറത്ത് വെക്കുന്ന സാധനം അവിടെ ഡിലേ ആയാൽ
അവിടെ നമ്മൾ പോർട്ടിന് തറവാടക കൊടുക്കണം. ഇതാണ് തറവാടകയുടെ കാര്യം. ഞങ്ങൾക്ക് കിട്ടിയ ഏജന്റ് നല്ല ഏജന്റാണ്, പക്ഷെ എല്ലാവരും അങ്ങനെയാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പൊ അവര് തീരുമാനിക്കും ഈ തറവാടക ആക്കണോ വേണ്ടയോ, അത് ഡിലേ ആക്കണോ, അത് ഡിലേ ആകാതെ നടക്കണമെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ എന്തെങ്കിലും കൊടുക്കണോ, ഇതൊക്കെ നമ്മുടെ അടുത്ത് ഏജന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ ഈ തല എവിടാ വേണ്ട ഈ കഷത്തിനകത്ത് പിടിച്ചേക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ തറവാടകയിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സ്വാധീനിച്ചത് കൊടുക്കണോ നമ്മൾ പ്രേരിതനാവും, കൊടുക്കാൻ പ്രേരിതനാവും. അപ്പൊ അത് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മളെ അവിടുത്തെ പേപ്പറെല്ലാം ബില്ലെല്ലാം ഏജന്റ് ഉണ്ടാക്കും. ഏജന്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ അവിടെ വിളിപ്പിക്കും. എന്തിനാ വിളിപ്പിക്കുന്നത്? കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി വിളിപ്പിക്കും. ഇനി അടുത്തതായിട്ട് എല്ലാവരും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റംസിന്റെ പ്രോബ്ലം നമുക്ക് ഉണ്ടാവുമെന്ന് പറയും. കസ്റ്റംസിന്റെ പ്രോബ്ലം, പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ന്യൂ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അതിന്റെ കസ്റ്റംസ് അടച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ പ്രൂഫുകൾ നമ്മുടെ പാസ്പോർട്ടിനകത്ത് അവർ വെരിഫൈ ചെയ്യും. എത്ര നാളായിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതിന്റെ എല്ലാം അവര് നോക്കും. കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും നമ്മളെ മുന്നിൽ വെച്ചാൽ എല്ലാം പൊട്ടിക്കും. പൊട്ടിച്ച് അവർ ഓരോന്നോരോന്നോരായിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ കിട്ടിയ കസ്റ്റംസ് ഓഫീസർ നല്ലതായിരുന്നു. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതി ഉണ്ട്. ആ സൂപ്രണ്ട് വളരെ നല്ല ഡീലിംഗ് ആണ് ഞങ്ങളുടെ അടുത്ത്. അനാവശ്യമായിട്ട് ഒരു പൈസ പോലും അദ്ദേഹം മേടിച്ചില്ല, അത് ചാർജ് ചെയ്തില്ല, ഒന്നുമില്ല. അപ്പൊ ആ ഭാഗം ഞങ്ങളുടെ വളരെ ക്ലിയർ ആയിരുന്നു. ഓരോ സാധനങ്ങൾ അദ്ദേഹം പൊട്ടിക്കുമ്പോഴും ഇത് ഓരോരോ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ കൊണ്ടുവന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിൽ എത്ര ലിറ്റർ ആണ്, TV ആണെങ്കിൽ എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു, ഈ സാധനങ്ങൾ ചോദിച്ച് നമ്മൾ പറയുമ്പം അദ്ദേഹം അത് മനസ്സിലാക്കി നമ്മൾ വിട്ടു വന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ജോലി അവിടുന്ന് മാറിയിട്ട് വന്നവരാണെങ്കിൽ പഴയ സാധനങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇളവ് നമുക്ക് അതിനകത്ത് അദ്ദേഹം തന്നു. അതിന് ഒരുപാട് താങ്ക്സ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. നമുക്കിപ്പം കസ്റ്റംസിന്റെ എത്ര % ഡ്യൂട്ടി ആണോ വരുന്ന ആ ഡ്യൂട്ടി നമ്മൾ അടയ്ക്കേണ്ടത് കസ്റ്റംസിന്റെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, അതിൽ പോയിട്ട് അടയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൺലൈൻ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ഏജന്റിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്യും. ചില ഏജന്റ്സ് അതിന് സർവീസ് ചാർജ് ഒക്കെ അവർ മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പോർട്ടലിൽ പോയി അടയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ സെർവർ ഡൗൺ ആയിരിക്കും. സെർവർ ഡൗൺ ആണെങ്കിൽ നമ്മൾ അയക്കുന്ന കാര്യം ചെല്ലാനായിട്ട് പുറത്തു വരത്തില്ല. വന്നില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രിന്റ് വരത്തില്ല. പ്രിന്റ് വരാതിരിക്കുമ്പം നമ്മൾ ഈ പ്രിന്റ് കൊണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട് പാസ് കിട്ടത്തുള്ളൂ. ഔട്ട് പാസ് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ അവിടെ എടുത്ത് ഈ ഡീസ്റ്റഫ് ചെയ്ത് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ബില്ല് പ്രിന്റായി വന്നാൽ മാത്രമേ ഏജന്റിന് പുറത്തു നിന്നുള്ള വണ്ടി അകത്ത് വിളിക്കാൻ പറ്റത്തുള്ളൂ, ട്രക്ക് അകത്ത് വരത്തുള്ളൂ. അപ്പം അത് അടുത്ത ഒരു കടമ്പയാണ്. ചിലപ്പം ഒരു ദിവസമൊക്കെ ഡിലേ ആവും. അപ്പൊ ഈ അടച്ച പൈസ ചിലപ്പോൾ തിരിച്ചു വരത്തില്ല, ഡ്യൂട്ടി തിരിച്ചു വരത്തില്ല, റീഫണ്ട് ആകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും അതൊക്കെ ഒരു നോർമലായിട്ട് പോകും. പക്ഷെ ഈ ഒരു സമയത്തൊന്നും തന്നെ നമ്മുടെ ഷിപ്പിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ പൈസ അടച്ച മേഴ്സ്കിന്റെ യാതൊരു സപ്പോർട്ടും നമുക്ക് കിട്ടത്തില്ല. പിന്നെ പോർട്ട് സർവീസിന്റെ ഓഫീസുണ്ട്, അവിടെ പോയിട്ട് ഏജന്റ് അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ഈ സാധനം ഔട്ട് പാസ് വരുന്ന സെക്ഷനിൽ വരാൻ. ഔട്ട് പാസ് വരുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞ് ഔട്ട് പാസ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വരും. വണ്ടിക്കകത്ത് ഇതെല്ലാം ലോഡ് ചെയ്യും. പിന്നെ ആ ഡ്രൈവർക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അവർക്ക് യൂണിയൻ അനുസരിച്ചിട്ട് ഇത്ര ദൂരത്തേക്ക് ഇത്ര ചാർജ് ഉണ്ട്, അത് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ആ കയറ്റി ഇറക്കുന്ന ചേട്ടന്മാർക്കും അതുപോലെ ഡീസ്റ്റഫ് ചെയ്യുമ്പോൾ ഇതെല്ലാം പൊട്ടിക്കണം, കസ്റ്റംസ് ക്ലിയർ ചെയ്യുമ്പോൾ ഇതെല്ലാം പൊട്ടിക്കണം. ആ ചേട്ടന്മാരെല്ലാം അവിടെ ഉണ്ട്. വളരെ ബിഗ് സല്യൂട്ട്. അവരൊക്കെ നല്ല അടിപൊളി സർവീസ് ആണ് തന്നത്. നമ്മുടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാം. അവരുടെ എല്ലാം ചാർജ് നമ്മൾ ഏജന്റിന് കൊടുക്കുന്നുണ്ട്. ഒരു ലേബറിന് ചിലപ്പം ഒരു എത്ര ക്യൂബിക് മീറ്റർ ആണോ സാധനമുള്ള ആ ക്യൂബിക് മീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ലേബർ ചാർജ് തീരുമാനിക്കപ്പെടുന്നത്. പല ഏജന്റും പല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏജന്റിനെ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. കാരണം പലരും കൂടുതൽ റേറ്റ് പറയും. ഒരു ക്യൂബിക് മീറ്ററിന് 1000 രൂപ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 37 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ എത്ര വരുമോ നിങ്ങൾ കൂട്ടി നോക്ക്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിൽ ഓഫ് ലാഡിങ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. ഇന്നലെ അങ്ങനെ ഒരു കേസ് ഉണ്ടായി. 50 സാധനമുണ്ട്, അവരടിച്ചിരിക്കുന്ന വെറും 5 0 ഇട്ടിട്ടില്ല. ഔട്ട് പാസ് കൊടുക്കത്തില്ല. കാരണം എന്താ, ഈ 5 സാധനമല്ല 50 സാധനം ഇവരെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യവും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു വ്ളോഗ് ചെയ്തത് ഞങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. കാരണം ഒരുപാട് പ്രവാസികൾ കണ്ടെയ്നറിൽ അയക്കാം, നല്ലതാണ്, എല്ലാ സാധനങ്ങളും കയറിപ്പോലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് കാണുന്ന കാഴ്ചകൾ, നമ്മളെ കസ്റ്റംസിലുള്ള പല ആൾക്കാരും പറഞ്ഞു സാറേ എല്ലാ ദിവസവും ഇതാണ് ഞങ്ങൾ കാണുന്നത്.
ഈ കയറ്റി ഇറക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇവിടെ വന്ന് കരയുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ നയിക്കുമ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല. അതെ, ഇവിടെ വരുമ്പോഴാണ് ഓരോ ചാർജുകൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. നമ്മൾ കൊടുത്ത കാശിന് നമുക്കൊരു മൂല്യം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവസ്ഥര് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അടുത്തായിട്ട് നമ്മൾ ഈ ഏൽപ്പിക്കുന്ന ഡ്രൈവർ ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് ടാർപ്പാളം വെച്ച് നല്ലതായിട്ട് കെട്ടും. അതിനൊരു കെട്ടി ചാർജ് ഉണ്ട്, അത് നമ്മൾ കരുതണം. ചില ഏജൻസി ചെയ്യുമ്പം ഇതെല്ലാം കവർ ചെയ്യും. പ്രത്യേകിച്ച് ദുബായിൽ നിന്നൊക്കെ വരുന്ന ഏജൻസ് എന്ന് പറഞ്ഞാൽ അവിടത്തെയും ഇവിടത്തെയും അവർ ഒരുമിച്ച് ടാലി ആക്കിയിട്ടാണ് റേറ്റ് മേടിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും അറിയണ്ട, നമ്മൾ വന്ന് കസ്റ്റംസ് അടച്ചിട്ട് നമ്മൾ പോയാൽ മതി. ഇവിടുന്ന് കണ്ടെയ്നറിനകത്ത് സാധനം അയക്കുന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് ലാഡിങ് BL അവിടുന്ന് കളക്ട് ചെയ്യുക. ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ഏജന്റിനെ സാധനം അവിടുന്ന് വിടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞിട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ വരുന്ന സെറ്റായിട്ട് വെക്കും. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള തറവാടകകൾ ഒഴിവാക്കാം, അനാവശ്യമായ ചാർജസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഔട്ട് പാസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി വരും, അതിൽ ഡ്രൈവർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളെല്ലാം അതിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്യും. ചിലപ്പോൾ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ 1-2 ട്രക്ക് നമുക്ക് എടുക്കേണ്ടി വരും. ഇതൊക്കെ അവിടെ നോർമൽ ആയിട്ടുള്ള സംഗതികളാണ്, അതെല്ലാം നിങ്ങൾ കരുതിയിരിക്കുക. ഇനി അത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കേരളത്തിന്റെ പ്രത്യേക കാര്യങ്ങളൊക്കെ അറിയാം. നോക്കുകൂലി, അങ്ങനെ പല പല കൂലികളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടെറിട്ടറിയിൽ എങ്ങനെയാണോ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്ത് പോവുക. അതെ, എന്തായാലും ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങളുടെ വീട്ടില് സാധനങ്ങളെല്ലാം എത്തി. ഇനി അതൊന്നും പൊട്ടിച്ചിട്ടില്ല, അതൊക്കെ പൊട്ടിക്കുമ്പോ അറിയാം എന്തെങ്കിലുമൊക്കെ പൊട്ടി പറഞ്ഞിട്ടുണ്ടോ എന്നറിയാം. എങ്കിലും കൂടുതൽ ഡാമേജ് ഒന്നും ഇല്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്ക് ഇവിടെ വന്നുള്ള അറിവുകളും നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പം ഇനി അയക്കുന്നവരെല്ലാം നോക്കി ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, എല്ലാവരും നല്ലതായിട്ടിരിക്കുക. ഡൺ.